എല്ലാ സുഹൃത്തുക്കളുടെയും രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സഭാമാതാവ് ഇന്ന് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. 18-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം പ്രാർത്ഥനയെപ്പറ്റി കാണുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തരുന്നു. ഫരിസേയനാകട്ടെ തന്നെ സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളും പോരായ്മകളും ഒക്കെ തിരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ചുങ്കക്കാരനാകട്ടെ സ്വർഗത്തിലേക്കൊന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ മെല്ലെ നമ്മളിലേക്ക് തന്നെ തിരിക്കാം. ഞാൻ ചുങ്കക്കാരനാണോ ഫരിസേയനാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഫരിസേയനെ പോലെ സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പോരായ്മകളും തിരയുകയാണോ ഞാൻ? അതോ ചുങ്കക്കാരനെ പോലെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുകയാണോ ഞാൻ? വിശുദ്ധ അൽഫോൻസാമ പറയുന്നുണ്ട്, എളിമയാണ് സുഹൃത്തുക്കളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഈ പുണ്യനാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യാം. ചിലതൊക്കെ മാറ്റാൻ കാണിക്കുന്ന ചങ്കൂറ്റത്തിലാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.